ലോകം മുഴുവനും എൻ്റെ കരുണയെപ്പറ്റി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് സമസ്ത ലോകവും അറിയട്ടെ. എൻ്റെ അടുക്കൽ വരുവാൻ പാപികൾ ഭയപ്പെടരുത്. ഈ മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ദൈവം തൻ്റെ ഏകജാതനായ ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഈശോ രൂപം കൊണ്ടു. ഈശോ ലോകത്തിലേക്ക് വന്നത് മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട പറുദീസ തിരികെ നൽകി അവരെ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ്. ഇനിയും മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും അവസാനമായി ദൈവകരുണയുടെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനായി പോളണ്ടിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഈ ഫൗസ്റ്റീനയിലൂടെ ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയുടെ വെളിപ്പെടുത്തലുകൾ അവിടുന്ന് നൽകി. ഇത് ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ അഗാധമായ കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കരുണയിൽ അണയാതെ മാനവകുലം ഇനി സമാധാനം കണ്ടെത്തുകയില്ല. ഇത് അവസാനത്തെ പ്രതീക്ഷയായി ഞാൻ ലോകത്തിന് നൽകുന്നു. 1931 ഫെബ്രുവരി 22 വൈകിട്ട് ഞാൻ എന്റെ മുറിയിലായിരുന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച യേശോനാഥനെ ഞാൻ കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരുന്നു. മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് 2 വലിയ പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിച്ചിരുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റേത് വെള്ളയുമായിരുന്നു. നിശബ്ദമായി ഞാൻ കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു നിന്നു. എന്റെ ആത്മാവ് ഭയഭക്തി ബഹുമാനങ്ങളാൽ സ്തംഭിച്ചുപോയി. എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം യേശു എന്നോട് പറഞ്ഞു, നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം, ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്നുകൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കും. ഞാനിത് എന്റെ കുമ്പസാരക്കാരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി തന്നു, അത് നിന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്. തീർച്ചയായും നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുക. ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീണ്ടും ഈ വാക്കുകൾ കേട്ടു. എന്റെ ചിത്രം ഇപ്പോൾ തന്നെ നിന്റെ ആത്മാവിലുണ്ട്. കരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ആഘോഷമായി വെഞ്ചരിക്കുകയും ആ ഞായർ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുകയും വേണം. വൈദികർ എന്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാപികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ. ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്. കരുണ ചൊരിയാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഈ ആത്മാക്കളിലേക്ക് കരുണ ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ എന്നോട് ഇങ്ങനെ പരാതിപ്പെട്ടു, ആത്മാക്കളുടെ അവിശ്വാസം എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിന്റെ അവിശ്വാസം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഞാൻ അവരെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ മരണം പോലും അവരെ തൃപ്തരാക്കുന്നില്ല. ഇവയെല്ലാം നിരസിക്കുന്ന ആത്മാവിന് ദുരിതം. ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു, എന്റെ മകളെ ഓർക്കുക. ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ
എന്റെ കരുണയെ ആരാധിച്ചു പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണ് ഇത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. എന്റെ മകളെ, നിന്റെ ചുമതലകൾ നിന്നെ അനുവദിക്കുമെങ്കിൽ ഈ മണിക്കൂറിൽ കുരിശിന്റെ വഴി നടത്താൻ ശ്രമിക്കുക. കുരിശിന്റെ വഴി നടത്താൻ സാധ്യമല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ച് കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എന്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. ചാപ്പലിൽ പോകാൻ നിനക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാ സൃഷ്ടികളിൽ നിന്നും പ്രത്യേകിച്ച് എന്റെ കരുണയുടെ രഹസ്യം ഏറ്റവും ആഴത്തിൽ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ച നിന്നിൽ നിന്ന് എന്റെ കരുണ ആരാധന അർഹിക്കുന്നു. കരുണയുടെ തിരുനാളിന് മുൻപായി 9 ദിവസത്തേക്ക് കരുണക്കൊന്ത ചൊല്ലുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച അത് തുടങ്ങും. ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കും. ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എന്റെ മകളെ, എന്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ ഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും നിൽക്കാനാവാത്ത വിധം എന്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എന്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എന്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എന്റെ അഭിലാഷം. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ. വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ. ആരിലും ശ്രേഷ്ഠമാ കരുണ, അന്തമില്ലാത്തൊരു കരുണ. ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ. പിതാവിന്റെ കരുണ, ശ്രീ യേശുനാഥൻ